ഇന്ന് വിശുദ്ധ കുദാശകൾ സ്വീകരിക്കുന്ന പ്രിയ യുവ ആമി, അവരുടെ മാതാപിതാക്കള്, അവരുടെ ബന്ധുക്കള് എന്നിവരെ നല്ല തൂവുള്ള വസ്ത്രം ധരിച്ചിട്ടാണ് ഇന്ന് ഇവയെ ആമിയൊക്കെ ഈ കുദാശ സ്വീകരിക്കാനായിട്ട് ഇരിക്കുന്നത്. ഇവ ഈ ദിവസങ്ങളിലായിട്ട് 3 കുദാശകളാണ് സ്വീകരിച്ചത്. അല്ലെങ്കിൽ 2 കുദാശകൾ ഉടനെ തന്നെ ഒരു കുദാശ ആണ് ഇപ്പോൾ. 2 ദിവസം മുൻപ് കുമ്പസാരം എന്ന കുദാശ സ്വീകരിച്ചു. അത് കഴിഞ്ഞതിന് മുൻപ് സ്ഥൈര്യലേവെന്ന കുദാശ ഞാൻ 2 പേരും കൂടി സ്വീകരിക്കും. സക്രമന്റ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. എന്താണ് സക്രമന്റ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ അത് കൃത്യമായിട്ട് പഠിച്ചു കാണും. മലയാളത്തിൽ അതിങ്ങനെയാണ് പറയുന്നത്. കുദാശ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അദൃശ്യമായ ദൈവിക വരപ്രസാദം നമുക്ക് നൽകുന്ന ദൃശ്യമായ അടയാളമാണ് കുദാശ. അതായത് നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങൾ അതിലുണ്ട്, കാണാൻ പറ്റാത്ത കാര്യങ്ങൾ അതിലുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ കാണാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണ്? ഇപ്പൊ കഴിഞ്ഞ ദിവസം കുമ്പസാരക്കൂട് കാണാൻ പറ്റുന്ന കാര്യം, അച്ഛനെ കാണാൻ പറ്റും. ഈ ഏറ്റുപറഞ്ഞ പാപങ്ങൾ കേൾക്കാൻ പറ്റുന്നതാണ്. അച്ഛൻ അതിന് നൽകിയ മറുപടി കേൾക്കാൻ പറ്റുന്നതാണ്. അതിന് അച്ഛനൊരു ഫോർമുല ഉപയോഗിച്ചു, അത് കാണാൻ പറ്റും. ഇതെല്ലാം കാണുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഇവിടെ കാണപ്പെടാത്തൊരു കാര്യം സംഭവിച്ചു. എന്താണത്? അത് ഈശോയുടെ സാന്നിധ്യമാണ്. അവിടെ ദൈവത്തിൻ്റെ ഇടപെടൽ അവിടെ ഉണ്ടായി. അങ്ങനെ ഇവ പാപം മോചിക്കപ്പെട്ടവരായിട്ട് മാറിയിരിക്കുന്നു. നമ്മുടെ വിശ്വാസത്തിൻ്റെ ഫലമാണ്. നമുക്ക് കാണാൻ പറ്റുന്ന കാര്യമല്ല, അത് നമ്മൾ വിശ്വസിക്കുകയേ നിവൃത്തിയുള്ളൂ. അതാണ് സഭ നമ്മളെ പഠിപ്പിക്കുക. അതുപോലെ തന്നെ ഇന്ന് വിശുദ്ധ കുർബാന സ്വീകരിക്കുകയാണ്. വിശുദ്ധ കുർബാനയുടെ കാണാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി അപ്പം എടുക്കും, അതെടുത്ത് വാഴ്ത്തും. വൈനെടുക്കും, അതെടുത്ത് വാഴ്ത്തും. അപ്പോൾ വിശുദ്ധ കുർബാനയിലുടനീളം നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ പ്രാർത്ഥനകൾ കുർബാനയെ, ആ അപ്പത്തെയും ആ വീഞ്ഞിനെയും എന്താക്കി മാറ്റുന്നു? ഈശോയുടെ ശരീര രക്തവുമാക്കി മാറ്റുന്നു. ആ മാറുന്ന നിമിഷം എന്താണെന്ന് നമുക്കറിയില്ല. അത് ഈശോ നമുക്ക് നൽകിയ വാഗ്ദാനമാണ്. അപ്പൊ കാണുന്ന കാര്യങ്ങളുണ്ട്, അത് കാണപ്പെടാത്ത കാര്യങ്ങളുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഒരു കാര്യം എന്താണ്? കുദാശ എന്നുള്ള അർത്ഥം നമുക്ക് മനസ്സിലാകുന്നത് കാണപ്പെടുന്നത്. അപ്പോൾ അദൃശ്യമായ പ്രസാദം നമുക്ക് നൽകുന്ന ദൃശ്യമായ അടയാളങ്ങളാണ് കുദാശകൾ. ഈ കുദാശകൾ നമ്മൾ സ്വീകരിക്കുന്ന വഴിയായിട്ട് എന്താ സംഭവിക്കുന്നത്? ദൈവിക വരപ്രസാദം ഇവിടെ ലഭിക്കുകയാണ്. ഈ കുദാശകൾ സ്വീകരിക്കുന്നവർക്ക് ഇത് മനസ്സിലാക്കി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കണം. എന്നാണ് ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ പറഞ്ഞത്? ഈശോ പറഞ്ഞത്, നിങ്ങൾ എൻ്റെ ശരീരം ഭക്ഷിക്കണം, നിങ്ങൾ എൻ്റെ രക്തം കുടിക്കണം. അപ്പോൾ എന്ത് സംഭവിച്ചു? അവിടെ വലിയൊരു ഭിന്നതയുണ്ടായി. ഈശോയിൽ അത്ര വിശ്വാസമില്ലാത്ത ആൾക്കാരെ പറഞ്ഞിട്ട് ഇവനെന്ത് ഭ്രാന്താണ് ഈ പറഞ്ഞത്? ഇവൻ്റെ ശരീരം ഭക്ഷിക്കണം, ഇവൻ രക്തം കുടിക്കണം. എന്നിട്ട് ഈശോ പറയണം, അത് ചെയ്യുക തന്നെ വേണം, എന്നാൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാവുകയുള്ളൂ. അവർ പലരും വിട്ടുപോയി, ഇവർ പട്ട് പിടിച്ചിരിക്കുന്നു. അപ്പൊ ഈശോ ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങൾ വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അപ്പോൾ പത്രോസ് പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കിലേക്ക് പോകും? ജീവന്റെ വചസ്സുകൾ അതിന്റെ പകലാണ്. അപ്പോൾ ഇതിന്റെ ശരീരമാണ് നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുന്നത്, രക്തമാണ് നിങ്ങൾ വാങ്ങി കുടിക്കണം എന്ന് ഈശോ പറഞ്ഞു. പക്ഷെ പിന്നീട് ഈശോ പരിശുദ്ധ കുർബാന സ്ഥാപിച്ചത് വഴിയായിട്ടാണ് ഈശോ ആ തിയറിയെ പ്രാക്ടിക്കലാക്കി മാറ്റിയത്. ഈശോ മരിക്കുന്നതിന്റെ തൊട്ട് തലേന്ന് എന്ത് ചെയ്തു? ഇതുപോലെ അത്താഴ സമയത്ത് എന്താ ചെയ്യുന്നത്? ഈശോ അപ്പം എടുത്ത് വാഴ്ത്തി. അവർ കഴിച്ചുകൊണ്ടിരുന്ന പാനീയം എടുത്ത് വൈനെടുത്ത് വാഴ്ത്തി. എന്നിട്ട് പറഞ്ഞു, എന്താണ്? ഇതെന്റെ ശരീരം, ഇതെന്റെ രക്തമാണ്. അവിടെ ഈശോയുടെ ആരും കൂടെ കൂട്ടിച്ചേർത്ത് എന്താണ്? നാളെ ഈ ശരീരം കീറി മുറിക്കപ്പെടും. എവിടെയാണ് കീറി മുറിക്കപ്പെടുന്നത്? കാൽവരിയിൽ. നാളെ എൻ്റെ രക്തം ചിന്തപ്പെടും. എവിടെയാണ് രക്തം ചിന്തപ്പെടുന്നത്? കാൽവരി. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി കീറി മുറിക്കപ്പെടുന്ന ശരീരം
നിങ്ങൾക്ക് വേണ്ടി ഒടുക്കപ്പെടുന്ന എൻ്റെ രക്തം. നിങ്ങളിത് വാങ്ങി ഭക്ഷിക്കുക, ഇത് വാങ്ങി. ഈശോയുടെ സ്വന്തം ശരീരം രക്തവും ആണ്. തലേ ദിവസം കൗതാശികമായിട്ട് ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ചു. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞത് തന്നെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യുന്നു. നിങ്ങൾ എന്തെല്ലാം എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യുന്നു, അവിടെയൊക്കെ ഞാൻ ഉണ്ടായിരിക്കും. അതാണ് വിശുദ്ധ കുർബാന. അപ്പോൾ ഇന്ന് നമ്മൾ ആ വിശ്വാസത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ ഈ ഗോതമ്പവും ഈ വൈനും നമ്മൾ ഈ വിശുദ്ധ കുർബാനയിൽ നമ്മൾ സമർപ്പിച്ച് നമ്മളത് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ആര് വരുന്നു? ഈശോ വരുന്നു. മാത്രമല്ല, ആ ഗോതമ്പത്തെ ഈശോയുടെ ശരീരമാക്കി മാറ്റുന്നു, ആ വൈനിനെ ഈശോയുടെ രക്തമാക്കി മാറ്റുന്നു. ഇത് എന്താണ്, ചില ആളുകൾക്കൊക്കെ ഇതിനെപ്പറ്റി സംശയം ഉണ്ടായിട്ടുണ്ട്. ഇതെന്താണ് സംഭവിക്കുന്നത്? നിങ്ങൾ യൂട്യൂബിൽ അടിച്ചു കൊടുത്താൽ, ദിവ്യകാരുടെ അത്ഭുതങ്ങൾ അടിച്ചു കൊടുത്താൽ ഒത്തിരി സ്ഥലങ്ങളിൽ, ലോകത്തിലെ വിവിധ ഭാഗങ്ങളിലെ പല സന്ദർഭങ്ങളിലെ ഈശോ തന്നെ വെളിപ്പെടുത്തി കൊടുത്തതായിട്ട് പറയുന്നു. ആ ശരീരം ഈശോയുടെ ശരീരം തന്നെയായിട്ട് രൂപാന്തരപ്പെട്ടു. അത് അപ്രകാരം ബ്ലഡോട് കൂടി വ്യക്തമായിട്ട് ദിവ്യകാരുടെ അത്ഭുതങ്ങൾ അടിച്ചു കൊടുക്കാൻ കാണാൻ പറ്റും. ഇത് ഇന്ന് നടക്കുന്നത് യാഥാർത്ഥ്യമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. അപ്പോൾ ഈശോ എന്ന് പറയുന്ന ഒരു വ്യക്തി പണ്ട് ജീവിച്ച് മരിച്ച് കടന്നുപോയ ഒരു വ്യക്തിയല്ല എന്നാണ് ഇവ ഹൃദയമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഈശോ എന്ന് പറഞ്ഞ വ്യക്തി ആരല്ല? പണ്ട് ജീവിച്ച് മരിച്ച് കടന്നുപോയ ഒരു വ്യക്തിയല്ല, മറിച്ച് ഇന്നും ജീവിക്കുന്ന വ്യക്തിയാണ്. ആ ഈശോയുടെ ശരീരവും ആ രക്തവും നമ്മൾ വിശ്വാസത്തോടുകൂടി സ്വീകരിക്കുമ്പോൾ ഈശോ നമ്മളിൽ വസിക്കുന്നു, ഈശോ നമ്മളെ നയിക്കുന്നു. അപ്പോൾ ഈ ഒരു ചിന്ത മനസ്സിൽ സൂക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഈശോ അതിനെപ്പറ്റി വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുന്നവനിൽ ആര് വസിക്കും? ഞാൻ വസിക്കും എന്നാണ് ഈശോ പറഞ്ഞത്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുന്നവനിൽ ഞാൻ അവന് വസിക്കും, അവൻ എന്നിൽ വസിക്കും. അപ്പം ഇതാണ് ഈശോ നൽകുന്ന ഓഫർ. അപ്പോൾ ഇന്ന് മുതൽ പ്രത്യേകമായ വിധത്തിൽ ഈശോ ഇവയുടെ ഹൃദയത്തിൽ വസിക്കുന്നു. ഇത് വലിയൊരു നിധിയാണ്. നമ്മളത് സീരിയസ് ആയിട്ട് എടുത്താൽ മാത്രമേ നമുക്കത് അനുഭവിക്കാനായിട്ട് സാധിക്കും. എപ്പോഴും ഈശോയുടെ സാന്നിധ്യം അനുഭവിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഈശോയുടെ സാന്നിധ്യം വിട്ടുപോകുന്ന ഒറ്റ സന്ദർഭം പാപം ചെയ്യുമ്പോഴാണ്. പാപത്തെ നമ്മൾ വളരെ ഗൗരവമായിട്ട് എടുക്കണം. ഇന്ന് മുതൽ പ്രത്യേകമായിട്ട് ഇപ്പോൾ അത് ശ്രദ്ധിക്കണം. എന്താണ് പാപം എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ദൈവകൽപ്പനകളുടെ ലംഘനമാണ് പാപം. ഈ ദൈവകൽപ്പനകൾ അനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ 10 കൽപ്പനകൾ എന്താണെന്നുള്ള കാര്യം എനിക്കറിയാം. ആ കൽപ്പനകൾ അനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ എപ്പോഴും നമുക്ക് വല്ലാത്തൊരു സന്തോഷമായിരുന്നു. നമ്മുടെ മനസ്സിനുള്ളിൽ സമാധാനം ഉണ്ടാവും. നമ്മുടെ ജീവിതത്തിലെ ഏത് തകർച്ചയിലും നമുക്ക് ഉന്നതത്തിൻ്റെ ശക്തി കിട്ടും. കാരണം എന്താണ്? ദൈവത്തിന്റെ ഭക്തരെ പറ്റി എന്തുണ്ട്? കരുതലുണ്ട്. ദൈവത്തിന്റെ ഭക്തരെ പറ്റി എന്തുണ്ട്? കരുതലുണ്ട്. ഇതൊരു ഉടമ്പടിയാണ്. ഞാൻ ഇത് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ അനുസരിച്ച് ജീവിക്കുകയും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. ഇത് ഈശോ പുതിയ നിയമത്തിൽ മാത്രം പറഞ്ഞിട്ടുള്ളതല്ല, പഴയ നിയമത്തിലും പറയുന്നുണ്ട്, കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിന്റെ വചനങ്ങൾ അനുസരിച്ച് നിങ്ങൾ ജീവിക്കുകയും നിങ്ങൾക്ക് ജീവൻ ഉണ്ടാവും, നിങ്ങളുടെ കൂടെ ഞാനുണ്ടാവും. ജീവൻ ഉണ്ടാവും എന്ന് പറയുമ്പോൾ ജീവന്റെ ഉറവയായ ദൈവം നിങ്ങളുടെ കൂടെ വസിക്കുന്നു എന്നാണ് അർത്ഥം. ആ ജീവൻ സന്തോഷമായിട്ടും സമാധാനമായിട്ടും ഉണർവായിട്ടും ഉത്സാഹമായിട്ടും ആശ്വാസമായിട്ടും ജീവിതത്തിൽ നിറവായിട്ടും നമുക്ക് നമ്മളോട് തന്നെ തോന്നുന്ന അഭിമാനമായിട്ടും എല്ലാവരുമായിട്ട് ഐക്യത്തിൽ പോകാനായിട്ടുള്ള പ്രേരണയായിട്ടും നമുക്ക് അനുഭവപ്പെടാനായിട്ട് അതാണ് ആ ജീവൻ. അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു തിരിച്ചറിവ് ജീവിതത്തിൽ നിലനിർത്തി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ. നീ എൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ചാൽ നിന്റെ സമാധാനം നദി പോലെ ഒഴുകും എന്ന പ്രവാചകവചനം ഇത്തരണത്തിൽ നമുക്ക് ഓർക്കുന്നത് നല്ലതാണ്. അപ്പോൾ ദൈവം വസിക്കുന്ന ആലയം എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ ഹൃദയമാണ്. ഇവയുടെ ഹൃദയമാണ്, ആമയുടെ ഹൃദയമാണ്. ആ ആലയം വിശുദ്ധമായിട്ട് എപ്പോഴും കാത്തു സൂക്ഷിച്ച് ജീവിക്കാനായിട്ട് നമുക്ക് സാധിച്ചാൽ ഈ വിശുദ്ധനായ ദൈവത്തിന്റെ സാന്നിധ്യം എപ്പോഴും അനുഭവിച്ച് ജീവിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അത് ദൈവം നിങ്ങൾക്ക് ഇടവരുത്തട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. സൈഡിലേക്കുള്ള നമുക്ക് ആശ നിങ്ങൾ രണ്ടുപേരും സ്വീകരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്?
പരിശുദ്ധാത്മാവ് നിങ്ങളിൽ ഓൾറെഡി ഉണ്ട്. മുഹമ്മദ് സാഹിബ് പുത്താശയിലൂടെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. ഈ പരിശുദ്ധാത്മാവിന്റെ വരദാന ഫലങ്ങളാൽ നിങ്ങൾ എന്ത് ചെയ്യപ്പെടുകയാണ്? ഈ സ്ഥിരീകരണത്തിലൂടെ സ്ഥൈര്യലേപനം സ്ഥിരീകരിക്കുകയാണ്. ആ വരദാന ഫലങ്ങൾ നിങ്ങളിൽ ഉറപ്പിക്കുകയാണ്. ഈ പുതാശയെ പോലെ എന്താണ് പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ? എന്താണ് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ? നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? എന്താണ്? ജ്ഞാനം, ബുദ്ധി, ആലോചന, അറിവ്, ആത്മശക്തി, ഭക്തി, ദൈവം. ഇതാണ് പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ എന്താണ്? പഠിച്ചില്ലായിരുന്നോ? സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം, കന്യാവ്രതം, അടക്കം. എന്താണ് പറഞ്ഞിട്ടുണ്ടല്ലേ? ഓർക്കുന്നുണ്ടോ? ഓക്കെ. നമ്മളെല്ലാം ഓർക്കാനായിട്ട് നമുക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. പക്ഷെ ഇതൊക്കെയാണ് ആ ഗുണഗണങ്ങളെ നിറഞ്ഞവരായിട്ട് നമ്മൾ ഈ ലോകത്ത് ജീവിച്ചാൽ മതി. ആ ദൈവത്തിൻ്റെ ആ ഒരു എന്താ പറയുക, ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളിൽ ഉണ്ടെങ്കിലാണ് ഗുണഗണങ്ങളാൽ നിറഞ്ഞ് ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മളെപ്പോഴും മനസ്സിലാക്കുക. ആ ദൈവിക ഗുണഗണങ്ങളാൽ നിറഞ്ഞ് നമ്മൾ ജീവിക്കുക, ദൈവവുമായിട്ട് സമാധാനത്തിൽ ജീവിക്കുക. അത് മതി. ബാക്കി കാര്യങ്ങളെല്ലാം ദൈവം നോക്കും. അപ്പോൾ ഈ ഒരു തിരിച്ചറിവ്, ഈ ഒരു ചിന്ത ജീവിതത്തിൽ സൂക്ഷിച്ചു കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. പരിശുദ്ധാത്മാവ് നമ്മൾ വസിക്കുന്നു എന്നുള്ള ആ പൗലോസ്ലീഹയുടെ വാഗ്ദാനം ഓർക്കണം. അതായത് നിങ്ങളുടെ പരിശുദ്ധാത്മാവ് നിങ്ങൾ എന്ത് ചെയ്യരുത്? വേദനിപ്പിക്കരുത്. ഈ ദൈവം നമ്മൾ വസിക്കുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഈശോ പറഞ്ഞ എന്താണ്? ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആരയക്കുന്നു? സഹായകനെ അയക്കുന്നു. ആ സഹായകനാണ് നിങ്ങളോട് വസിക്കുന്നത്. അപ്പോൾ ആ സഹായകനായ പരിശുദ്ധാത്മാവ് എപ്പോഴും നമ്മളോട് പറയും, മോളെ ഈ വഴിക്ക് പോകരുത്, ഈ വഴിക്ക് പോകോ, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കും. അതനുസരിച്ച് ജീവിക്കാനായിട്ട് സാധിച്ചാൽ ദൈവത്തിന് ഇവയെപ്പറ്റി അമ്മയെപ്പറ്റി എന്തുണ്ട്? പദ്ധതി ഉണ്ട്. സമയത്തിന്റെ പൂർത്തിയിൽ ആ പദ്ധതി സാക്ഷാത്കരിക്കപ്പെടും. ആ പദ്ധതി സാക്ഷാത്കരിക്കപ്പെടുമ്പോൾ നിങ്ങൾ രണ്ടുപേരും സന്തോഷിക്കുക മാത്രമല്ല, നിങ്ങളുടെ മാതാപിതാക്കൾ, നിങ്ങളുടെ പ്രിയപ്പെട്ടവരും നിങ്ങളെ കുറിച്ച് സന്തോഷിക്കാനായിട്ട് ഇടയാകും. അപ്പം അതുകൊണ്ട് ദൈവത്തിന് നിങ്ങളെ പറ്റിയുള്ള സ്വപ്നം അത് സാക്ഷാത്കരിക്കപ്പെടാനായിട്ട് നിങ്ങൾ വസിക്കുന്ന ദൈവാത്മാവുമായിട്ട് ഐക്യത്തിൽ ജീവിക്കാനായിട്ട് സാധിക്കട്ടെ. ദൈവാത്മാവ് മാത്രമല്ല അവിടെ വസിക്കുന്നത്, പിതാവ്, പുത്രനും പരിശുദ്ധാത്മാവും ആ കൂട്ടത്തിലുണ്ട്. പിതാവ്, പുത്രനും പരിശുദ്ധാത്മാവുമായിട്ടാണ് നമ്മുടെ മനസ്സിൽ ഹൃദയത്തിൽ വസിക്കുന്നത്. അപ്പോൾ ആ ദൈവമായിട്ട് ഐക്യത്തിൽ മുന്നോട്ട് പോയി ജീവിതത്തിൻ്റെ ധന്യത പ്രാപിക്കാനായിട്ട്, ദൈവത്തിൻ്റെ സാന്നിധ്യം ജീവിക്കാനായിട്ട് ഇവയ്ക്കും ആമ്പയ്ക്കും സാധിക്കട്ടെ. ഇവരെ അപ്രകാരം ദൈവത്തെ സീരിയസ് ആയിട്ട് എടുത്ത് ജീവിതത്തിൽ മുന്നോട്ട് പോയി നല്ല മക്കളായിട്ട് ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വരാനായിട്ട് നമുക്ക് വേണ്ടി തുടർന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നമുക്കെല്ലാവർക്കും സ്വന്തം